ഹായ് ഗുഡ് മോർണിംഗ്. ഞാനേ ലഡാക്കിൽ വന്നിരിക്കുക കേട്ടോ. അപ്പം ലഡാക്കിലൊരു കാളിമാതാ ക്ഷേത്രമുണ്ട്, അത് കാണാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ എടുത്തു. ഫ്രണ്ടിൻ്റെ വണ്ടി കേട്ടോ. അപ്പം അതിലാകുമ്പം നമുക്ക് സ്വന്തമായി ഓടിച്ച് ഇഷ്ടമുള്ളിടത്ത് നിർത്തി ഒക്കെ പോകാമല്ലോ. അപ്പം ഞങ്ങൾ അവിടുത്തെ ഓരോ വീടുകളും എല്ലാം കണ്ട് പതിയെ പോവുക. അവിടുത്തെ വീടുകൾ എങ്ങനെയാണ്, അവിടുത്തെ വഴികൾ എങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ കൊന്നമരമാണെന്ന് തോന്നുന്നു, ഇവിടെ അങ്ങനെ വഴിയിൽ കാണുന്നുണ്ട്. മുഴുവൻ മലകളാണ്, ഫുള്ളും ചുറ്റിനും മലകൾ. ആ മലകളിൽ നിന്ന് തന്നെ വെട്ടിയെടുത്താണ് അവർ വീടുകളും മതിലുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പാറക്കഷ്ണങ്ങളുടെ ബഹളമാണ്, ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളും. ഇതെന്തോ കൃഷിയാണെന്ന് തോന്നുന്നു, ഒന്നും കണ്ടില്ല അവിടെ. അവർ കുറച്ച് പേര് പണിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് പോയി. ഫുള്ളും മലയും കുന്നും മലയും കുന്നും മലയും മാത്രം. കുറച്ച് നേരം ഞങ്ങൾ എന്നിട്ട് ഇറങ്ങി നടന്നു, വണ്ടി നിർത്തി ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അപ്പുറം ഇപ്പുറം വഴി എല്ലാം ചെറിയ പുഴകൾ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് നടന്ന് നോക്കിയപ്പോഴേക്കും നല്ല തണുപ്പാട്ടോ, കാറ്റ് കാരണം മേല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മതി, നമുക്ക് അത്രയും കാറ്റടിച്ചാൽ ലക്ഷ്മി എൻ്റെ കൂടെ, മാളൂട്ടി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കെയർ ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ആ പുഴയുടെ തീരത്തേക്ക് കുറച്ചങ്ങ് നടന്ന് നിന്നപ്പോൾ ഇതാ കാഴ്ച. എൻ്റെ അപ്പാ, മഞ്ഞുരുകി വരുന്ന വെള്ളം, തണുത്ത കാറ്റും. കുട്ടികൾ അവിടെ ഇറങ്ങി നന്നായിട്ട് കളിച്ച്. ഇറങ്ങാനൊന്നും വിട്ടില്ല കേട്ടോ, പുഴ നല്ല ശക്തമായിട്ട് ഒഴുകുന്നുണ്ട്. മാളൂട്ടിക്ക് ഒത്തിരി ഇഷ്ടമായി വെള്ളമെല്ലാം കണ്ടിട്ട്. നമ്മൾ വെള്ളമുള്ള നാട്ടിലായാലും വെള്ളം കാണുമ്പോൾ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ. ഞാൻ ശരിക്കും കോട്ടയംകാരത്തിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇഷ്ടം പോലെ പുഴകളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഞങ്ങൾ അപ്പം മാളൂട്ടി പറയാൻ തുടങ്ങി, അച്ഛൻ ഒന്ന് ഇറങ്ങാം, നമുക്ക് നോക്കാമെന്നൊക്കെ. പക്ഷെ വിട്ടില്ല കേട്ടോ. ഏട്ടനും അത്ര പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഇറങ്ങാനൊന്നും വിട്ടില്ല. കുറച്ച് നേരം പിന്നെ അതിലെല്ലാം കളിച്ച് നടന്ന കുട്ടികൾ. എൻ്റെ അമ്മേ, അതിനകത്തുനിന്ന് വരുന്ന കാറ്റ് നമ്മുടെ നാട്ടിലൊന്നും അത്രയും തണുത്ത കാറ്റൊന്നും കിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഐസ് ഉരുകി വരുന്ന വെള്ളം ആയതുകൊണ്ടായിരിക്കാം, ഭയങ്കര തണുപ്പ് കാറ്റാണ്. പക്ഷെ എന്നാലും വെയിലും തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിലാണ് ഇവിടെ ലഡാക്ക് കറങ്ങാൻ എല്ലാവരും വരുന്നത്. അപ്പോൾ ഏട്ടൻ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് കാണാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കുറച്ച് നേരം അങ്ങോട്ട് പോയി എന്നൊക്കെ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്കും ഇതുപോലെ അധിക ശക്തമായ കാറ്റൊക്കെ അടിച്ചാൽ പെട്ടെന്ന് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഞങ്ങളതെല്ലാം കണ്ടു. മാളൂട്ടി പിന്നെ ഡാൻസൊക്കെ അങ്ങ് തുടങ്ങി, അവൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. വെള്ളമെല്ലാം കണ്ട പതിയെ ആശാട്ടിക്ക് ഡാൻസൊക്കെ വരും. അല്ലേലേ ഡാൻസാണ്, നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. പാവം അച്ഛനെ കുറേ നാൾ കൂടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. എന്ത് രസമാണെന്ന് നോക്കുക, ഉരുളൻ കല്ലുകളുടെ ബഹളമാണ്. പിന്നെ കണ്ണുനീര് വെള്ളം കേട്ടോ ഇതിനകത്ത് ഒഴുകുന്നത്. പിന്നെ ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ വായിലൊന്നും വെച്ചുകൂടല്ലേ, എന്താണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങി, കാളിമാതാ ക്ഷേത്രത്തിലേക്കുള്ള. ഞങ്ങളിങ്ങനെ മല കയറി 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 ഇങ്ങനെ പോകട്ടോ. അപ്പം നമ്മൾ വന്ന വഴിയെല്ലാം താഴെ ഇങ്ങനെ കാണുന്നു. പിന്നെ ആ കാണുന്ന മഞ്ഞ കേട്ടോ, മലയിൽ മഞ്ഞുരുകി കിടക്കുന്ന വെള്ള കാണുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതാ ഞങ്ങൾ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത്. കുറേ അങ്ങോളം കാറ് പോകും കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ശബരിമല കയറ്റം പോലെ കയറണം. ഞങ്ങളോട് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോയത്, കുറേയേറെ നടക്കാനുണ്ട്, നടക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വണ്ടി ഇങ്ങനെ കയറി കയറി ചെന്നപ്പോൾ താഴെ ചെറിയ കടുകുമണി പോലെ കാണുന്നു കേട്ടോ വീടുകൾ. ഞങ്ങൾ ആ വഴി കൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. നോക്കൂ നിങ്ങൾ, നമുക്ക് കാണാനേ പറ്റുന്നില്ല നമ്മൾ വന്ന വഴികളൊന്നും. താഴെ നിൽക്കുന്ന ആൾക്കാർ ഉറുമ്പുകളെപ്പോലെ കാണുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ശരിക്കും മേലെ കയറി വന്നത്. നോക്കൂ എന്ത് രസമാണ്. ശരിക്കും ജീവിതത്തിൽ ഒരിക്കൽ ഇതൊക്കെ കാണണ്ട കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഇതെല്ലാം. ആദ്യം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും ദൂരം കുട്ടികളെയൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു. പിന്നെ ഫുള്ള് ആർമിയുടെ സപ്പോർട്ടുണ്ട് കേട്ടോ. നമ്മളെവിടെ ചെന്നാലും പട്ടാളക്കാരുണ്ട് നമ്മളെ കെയർ ചെയ്യാനും എടുക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കുറേ സമയം പിന്നെയും യാത്ര ചെയ്യേണ്ടി വന്നു കേട്ടോ. കുറച്ചും കൂടെ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് അവിടുത്തെ ഒരു അറിയാവുന്ന ആൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ യാത്ര ചെയ്തു.
ഇത് മുൾത്താരിമുട്ടി മലയാട്ടോ. മുൾത്താരിമുട്ടിയില്ലേ, ഫേഷ്യലൊക്കെ ചെയ്യാൻ കിട്ടുന്ന മുൾത്താരിമുട്ടി മല. ഇത് കഴിക്കാനും പറ്റും. നമുക്ക് മണ്ണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കഴിച്ചാലും ഒന്നും ആവില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇവിടെയുള്ളവരെല്ലാം നോർത്ത് ഇന്ത്യൻസ് മുഴുവൻ പറയുന്നുണ്ട് മുൾത്താരിമുട്ടി കഴിക്കാനും പറ്റുമെന്ന്. ഗർഭിണികളൊക്കെ മണ്ണ് തിന്നാൻ ആഗ്രഹമുള്ളവർ ഇത് കഴിക്കും പോലും. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഒത്തിരി നിന്ന് കുറച്ച് കൊത്തിയെടുത്തു. എന്തായാലും എന്താണെന്നറിയാമല്ലോ, നാട്ടിൽ കുറച്ച് കൊണ്ടുപോയി നോക്കാമല്ലോ. കുറച്ച് മാത്രം എടുത്തു കേട്ടോ. ഒരു ചെറിയൊരു കവറിൽ 2-3 പീസ് അതേ നിന്ന് കൊത്തി പൊട്ടിച്ചെടുത്തു. എന്താ മണമെന്നറിയോ, അവിടെ ആ മലയുടെ മുന്നിലോട്ട് ചെല്ലണം. മുൾത്താരിമുട്ടിയുടെ മല ഇതാ, നോക്കൂ നിങ്ങൾ, മുൾത്താരിമുട്ടി മല. ഇതുകൊണ്ട് ഫേഷ്യൽ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ക്ഷേത്രത്തിലേക്ക് കയറി തുടങ്ങി. ക്ഷേത്രത്തിൽ കയറിയ പാടെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മടുത്തു കേട്ടോ. ചെറിയ ചെറിയ പൂക്കളൊക്കെ അവിടെ പൂജയ്ക്കുള്ള പൂക്കളാന്ന് തോന്നുന്നു. ഇവിടുത്തെ പൂവാണ്, ഞങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം. സ്റ്റെപ്പ് കയറി മാളൂട്ടി ക്ഷീണം പിടിച്ചു കേട്ടോ. കണ്ണൻ ആദ്യം തന്നെ ഓടി അങ്ങ് കയറി. എൻ്റെ മോന് ഈ വീഡിയോ ഫോട്ടോസ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ വീഡിയോയ്ക്കൊന്നും നിൽക്കില്ല. ഹസ്ബൻഡിനും ഇഷ്ടമല്ല കേട്ടോ. ഹസ്ബൻഡ് പിന്നെ ഞാൻ എടുക്കുന്നത് കൊണ്ട് പിന്നെ നോ പറയാത്തതാണ്. മോളെയായിട്ട് നടന്നു പോയി. അതാ മോനതാ കയറി ഓടിപ്പോകുന്നു. മോളും ട്രൈ ചെയ്യുന്നുണ്ട് അവൻ്റെ ഒപ്പം. പക്ഷേ എത്തി അവിടെ ഇതെന്തോ റോസാ ചെടിയാണെന്ന് തോന്നുന്നു അവിടുത്തെ. പിന്നെ കുറച്ച് ഞാനും പതിയെ ആ കാണുന്ന കേട്ടോ അമ്പലത്തിനകത്ത് വീഡിയോ അവരെടുക്കാൻ വിടൂല. ഇവിടെ ചൈനക്കാരെ പോലത്തെ ഒരു പൂജാരിയാണ് കേട്ടോ. അയാൾ ഇതിനകത്ത് ചെറുതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അയാൾ നമ്മൾ വീഡിയോ എടുക്കുന്ന അറിഞ്ഞാൽ ചിലപ്പം വഴക്ക് പറയും. പക്ഷെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ. ജസ്റ്റ് അയാളൊന്ന് വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അസൽ ചൈനക്കാരില്ലേ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ മേലെ കയറിയിട്ടൊന്ന് വീക്ഷിച്ചു കേട്ടോ, താഴോട്ടല്ല. നമ്മൾ മേലെ എത്തി. പക്ഷേ ഞങ്ങൾ കയറി മേലെ എത്തിയതാ. നമ്മൾ കയറി വന്ന സ്ഥലമൊന്നും കാണാൻ പോലുമില്ല കേട്ടോ താഴോട്ട്. പിന്നെയും കയറി. അയ്യോ, കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉള്ളു. മാളൂട്ടി പിണങ്ങി അവിടെ ഇരുന്ന് കേട്ടോ. മടുത്തു ഞാനെന്നും പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അച്ഛനും മോനും എല്ലാം കയറി അങ്ങ് പോയി. അതാണ് കേട്ടോ ക്ഷേത്രം. അതിൻ്റെ അപ്പുറത്തോട്ട് അവർ എടുക്കാൻ വിടില്ല കേട്ടോ. ഇതാണ് കാളിമാതാ ക്ഷേത്രം. പൂജാരി വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്